Hi dears. Kaya Ito ka. Hindi ay tingin mo to. Ada niya po. ഫിഷ് കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 4-5 ചെറിയുള്ളിയാണ്, തക്കാളി, പച്ചമുളക്, ഉലുവ ആൻഡ് മസാല ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് കൊക്കോനട്ട്. ഇനി നമ്മൾ ഫിഷ് മസാല ഉണ്ടാക്കാൻ ചെറിയ തേങ്ങ ഇട്ട് കൊടുത്തു. ഇതിലേക്ക് കുറച്ച് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഓണിയനാണ്, അതായത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ഇതൊന്ന് 2 ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ജിഞ്ചറാണ്, കുറച്ച് കൊറിയൻഡർ പൗഡർ ആൻഡ് ടെർമറിക് പൗഡർ, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് കുറച്ച് വാട്ടർ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാംഗ്ലൂരിൽ ഇതിന് ബംഗുടെ ഫിഷ് കറി എന്നാണ് പറയുന്നത്. ഇതിൽ ഫേമസ് ആയിട്ടുള്ളത് ബംഗുടെ ചാറ് എന്ന് പറഞ്ഞിട്ടാണ്. ഒരുപാട് ബാംഗ്ലൂരിൽ നിന്ന് ആൾക്കാരൊക്കെ ഇവിടെ വന്നാൽ നീർദോശ വിത്ത് ബംഗുടെ ചാറാണ് ഇവിടുത്തെ കോമ്പിനേഷന്. ഒരു പാൻ എടുത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണിൻ്റെ അത്ര കൊക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തു. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇത് നമ്മൾ കൊക്കനട്ടിൻ്റെ മസാല ഒന്ന് ഇട്ട് കൊടുക്കാം. 2 ഗ്ലാസിൻ്റെ അത്ര വാട്ടർ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ബോയിൽ ചെയ്തെടുക്കണം. കുറച്ച് സോൾട്ട് ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ചാറ് ബോയിലായ ശേഷമാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള തക്കാളിയും 4-5 ഇവിടെ ഉള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് 2 എടുത്തിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-3 മിനിറ്റ്സ് ഇതൊന്ന് നന്നായിട്ട് നമുക്ക് വേവിപ്പിച്ചെടുക്കണം. അതിന് ശേഷമാണ് ഞാനിവിടെ അടച്ച് വെച്ചിട്ടാണ് വേവിപ്പിച്ചെടുക്കുന്നത്. ഇനി ഫോർ 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. സോ നമ്മൾ ഓണിയൻ ആൻഡ് തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു സൈഡിൽ കട്ട് ചെയ്തിട്ടുള്ള അയല മീൻസ് ബംഗുഡാണ് ഇട്ട് കൊടുക്കുന്നത്. സോ ബംഗുഡ ഇട്ടിട്ട് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് നമ്മൾ വേവിപ്പിച്ച് എടുക്കാണ്. ഫൈനലായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പുളിൻ്റെ വാട്ടറാണ് കേട്ടോ. പുളിൻ്റെ വാട്ടർ ഒന്ന് ആഡ് ചെയ്തിട്ട് 1 മിനിറ്റ്സ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. ഫിഷ് കറി ഏത് കറി ആണെങ്കിലും നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് തന്നെ കഴിക്കാൻ പാടില്ല. ഒരു 1-2 ഹവേഴ്സ് അതിന് റെസ്റ്റ് ചെയ്ത് വെച്ചപ്പോഴുണ്ടല്ലോ, പൊതുവെ ഫിഷ് കറിയാണ്, മുളകിട്ട കറിയാണെങ്കിലും ചാറാണെങ്കിലും കുറച്ച് റെസ്റ്റ് ചെയ്ത ശേഷമാണ് കഴിക്കേണ്ടത്. അപ്പോഴായിരിക്കും നല്ലോണം ടേസ്റ്റ്. സോ ഇന്ന് രാത്രി മോൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാനിത് ദോശയാണ് ചെയ്യുന്നത്. ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അയല ഫിഷ് കറിൻ്റെ കൂടെ ദോശയും ഇഡ്ഡലി അതുപോലെ തന്നെ നീർ ദോശ, റൈസ് എല്ലാം കോമ്പിനേഷനാണ്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഈ അയല ചാറ്. ഈ മീൻ ചാറ് കണ്ടപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? സത്യമായിട്ടാണ്. കുട്ടികൾക്ക് വരെ ഇപ്പോൾ കുക്കിംഗ് ഉണ്ടാക്കാൻ അറിയാം. അത്രയ്ക്ക് ഈസി മെത്തേഡിലാണ് ഇപ്പോൾ നമ്മൾ യൂട്യൂബേഴ്സൊക്കെ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ അയലക്കറി നിങ്ങൾ ഉണ്ടാക്കി ഫീഡ്ബാക്ക് ഒന്ന് പറയാൻ മറക്കരുത്. ഇന്നത്തെ എൻ്റെ കുട്ടി വ്ലോഗാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.